അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് ഇന്നിപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല ഈ അഭിപ്രായം പറയുന്നത്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ തുടരും എന്ന ചിത്രത്തിൻ്റെ ഒരു തരംഗം തന്നെ ആവർത്തിക്കുന്നു. ലാലേട്ടൻ ചിത്രങ്ങൾ തിരിച്ചു വരുന്നു, ലാലേട്ടൻ മാജിക്ക് ആവർത്തിക്കുന്നു, എന്താ പറയുന്നത്, അങ്ങനെ മെയിൻസ്ട്രീം മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളും എല്ലാം റിവ്യൂ ചെയ്യുന്നവരെല്ലാവരും പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഇതിൻ്റെ പറ്റി നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാനുണ്ട് എന്ന് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. എല്ലായിടത്തും പോസിറ്റീവ് റിവ്യൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ചിത്രത്തിൻ്റെ വേറെ ലെവൽ കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 35,000 ടിക്കറ്റാണ് മണിക്കൂർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ 34,000 ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ന് 2 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പനയായിരിക്കാം ഇന്നുണ്ടാകുന്നത്. അങ്ങനെയാകുമ്പോൾ കളക്ഷന് നമുക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ ലെവലായിരിക്കും. ഒരു സമയത്ത് എമ്പുരാൻ ഇറങ്ങിയതിന് ശേഷം, എമ്പുരാനാണല്ലോ ഇപ്പം മലയാള സിനിമ ഏറ്റവും വലിയ റെക്കോർഡായിട്ട് നോക്കിക്കാണുന്നത്. അപ്പോൾ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് 20 ടിക്കറ്റ് പടം ഇറങ്ങിയതിന് ശേഷം, പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒത്തിരി ടിക്കറ്റ് വിറ്റുപോയി. അതിന് പടം ഇറങ്ങിയതിന് ശേഷം 28,000 ടിക്കറ്റായിരുന്നു ഒരു സമയത്ത് വിറ്റുകൊണ്ടിരുന്നത്. അതൊക്കെ കവർന്ന്, അതൊക്കെ കവച്ച് വെച്ചാണ് ഈ തുടരും എന്ന ചിത്രത്തിൻ്റെ പോക്ക് എന്ന് പറയുന്നത്. എമ്പുരാനെ വരെ പൊട്ടിച്ചുള്ള ഒരു കളക്ഷൻ തന്നെയാണ് തുടരും നേടുന്നത്. അപ്പം പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം, എമ്പുരാൻ 700ഓളം 650 തിയേറ്ററുകളോളം അങ്ങോട്ട് റിലീഫ് ഉണ്ടായിരുന്നു. പക്ഷേ തുടരും എന്ന് പറയുന്നത് 250 താഴെയുള്ള തിയേറ്ററിൽ മാത്രമാണ് റിലീഫ്. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ എമ്പുരാൻ പോലെ ഒരു 10-600 തിയേറ്ററിലൊക്കെ റിലീഫ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. ഒരു 20 കോടിക്ക് മുകളിലുള്ള തുക തന്നെ ആയിരിക്കാം ഒരുപക്ഷെ തുടരും എന്ന ചിത്രം നേടാൻ പോകുന്നത് ആദ്യ ദിനം തന്നെ. ആ അവസ്ഥയിലേക്ക് മാറിയനെ. ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. റിലീഫ് തിയേറ്ററുകളുടെ എണ്ണം വളരെ കുറവാണ്. അവർ ചിത്രം തിയേറ്ററിൽ എത്തിയതിന് ശേഷം ഹെവി പോസിറ്റീവ് നേടിക്കഴിഞ്ഞാൽ എല്ലാ തിയേറ്ററിലും ഇപ്പം എനിക്ക് തോന്നുന്നു തിയേറ്ററിൻ്റെ എണ്ണം വളരെയധികം കൂടുന്നു, ഷോകളുടെ എണ്ണം കൂടുന്നു. നാളെ രാവിലെയൊക്കെ പല തിയേറ്ററിലും ഷോ കൗണ്ട് തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നൈറ്റ് ഷോകൾ ഒത്തിരി ഉണ്ടായിരിക്കുന്നു. കാര്യം മിക്കവാറും എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് സ്ഥിരമായിട്ട് വരുന്നത്. രാഗം തിയേറ്ററിൽ നേരത്തെ തന്നെ 12:30 മണിക്ക് ഷോ, സ്പെഷ്യൽ ഷോ ആരംഭിക്കാൻ അവർ തീരുമാനിച്ചു. അവരാണ് വളരെ ബുദ്ധിപരമായിട്ട് കളിച്ചത്. കാരണം അവർക്ക് മനസ്സിലായി ചിത്രം വേറെ ലെവൽ തന്നെയാണ്. ബാക്കിയുള്ള തിയേറ്ററുകളിലും ഫുൾ ഷോ. തിയേറ്ററുകാരുടെ എല്ലാം എന്താ പറയുന്നത്, അവരുടെ നഷ്ടം നികത്തുന്ന ഒരു ചിത്രമായിട്ട് ഒത്തിരി നാളായിട്ട് തിയേറ്ററുകാർ നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ നഷ്ടം നികത്തുന്ന 2 ചിത്രങ്ങളാണ് അടുപ്പിച്ച് ലാലേട്ടൻ്റെതായി വന്നത്. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രം മാത്രം വന്നാൽ മാത്രമേ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കത്തുള്ളൂ. ഏതായാലും 2 ചിത്രങ്ങൾ കൊണ്ട് തിയേറ്ററുകാർക്ക് തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ മൊത്തം നികത്താൻ പറ്റി. അപ്പം കുറച്ച് നാളായിട്ട് ലാലേട്ടൻ ചിത്രങ്ങളൊന്നും തിയേറ്ററിൽ വിജയിക്കാത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നേരിട്ടുകൊണ്ടിരുന്നത് തിയേറ്റർ ഉടമകൾ തന്നെയായിരുന്നു, അല്ലേ? അപ്പം അവരെ ആ പ്രശ്നത്തിൽ നിന്നൊക്കെ കരകയറ്റാൻ ഒരു ലാലേട്ടൻ ചിത്രം തന്നെ വേണം എന്ന് അവരാഗ്രഹിച്ചെങ്കിൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല. അവരെ സത്യം പറയാൻ പ്രേരിപ്പിക്കുന്നു. കാലം അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് 2 ചിത്രങ്ങൾ അടുപ്പിച്ച് തിയേറ്ററുകൾ ഉത്സവമാക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഷോകളുടെ എണ്ണം കൂടുന്നു, തിയേറ്ററിൻ്റെ എണ്ണം കൂടുന്നു. വിദേശ രാജ്യങ്ങളിലെല്ലാം ഷോകളുടെ എണ്ണം കൂടുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വാർത്ത. കാരണം ഹെവി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഹെവി പോസിറ്റീവ്. അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു ചിത്രത്തിന് ഇത്രയും വലിയ പോസിറ്റീവ് കിട്ടിയ ഒരു ചരിത്രമില്ല. ആർക്കും നെഗറ്റീവ് പറയാനില്ലാത്ത ഒരു ചിത്രം തുടരും എന്ന ചിത്രം. തൻ്റെ ഒരു പ്രത്യേക ഒരു വൈബ്, എല്ലാത്തരം റോളുകളും തനിക്ക് പറ്റുമെന്ന് ലാലേട്ടൻ പലതവണ തെളിയിച്ചിട്ടുള്ള അതെല്ലാം കൂടെ സമന്വയിച്ചൊരു ചിത്രത്തിൽ വന്നു കഴിയുമ്പം എന്താ വൈബ്, ഒന്നും പറയാനില്ല. ഇപ്പം സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ലാലേട്ടനെ പറ്റി മാത്രം. ലാലേട്ടനും മാജിക്ക് തുടരുന്നു, ലാലേട്ടൻ ബോക്സ് ഓഫീസിലെ കിങ് എന്നൊക്കെ പറഞ്ഞുള്ള ക്യാപ്ഷനുമായിട്ട് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് തന്നെ വലിയ കാര്യം. അതുവരെ ഇത്രയും നാളും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്ന റിവ്യൂവർമാരെല്ലാം ആ കാലത്തിനനുസരിച്ച് മാറുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. എല്ലാ റിവ്യൂവർമാരും മികച്ച പ്രതികരണം തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ നെഗറ്റീവ് പറയുന്നവരെയൊക്കെ നമ്മൾ പുഴുക്കണക്കെ തള്ളിക്കളയുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം
ഇന്ന് എത്ര കോടി കളക്ട് ചെയ്യും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഏകദേശം ഒരു 5 കോടിക്ക് മുകളിലുള്ള തുക തന്നെ ആയിരിക്കാം ഇന്ന് കളക്ഷൻ ഉണ്ടാകുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ വേൾഡ് വൈഡായിട്ട് 10 കോടി പ്രതീക്ഷിക്കാമോ എന്നുള്ളൊരവസ്ഥയുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം, തിയേറ്ററുടെ എണ്ണം കുറവാണ്, ഷോയുടെ എണ്ണം കുറവാണ്. പക്ഷെ നാളെ മുതൽ ഒരുപക്ഷെ 10 കോടിക്ക് മുകളിലൊരു തുകയായിരിക്കാം വേൾഡ് വൈഡായിട്ടുണ്ടാകാൻ പോകുന്നത്. കാരണം അത്രയ്ക്ക് പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കേരളത്തിൽ നിന്ന് 5 കോടിക്ക് മുകളിലുള്ള തുക പ്രതീക്ഷിക്കാം എന്ന് തോന്നുന്നു. വേൾഡ് വൈഡായിട്ട് 10 കോടി കിട്ടുമോ എന്നുള്ളതാണ് നമ്മളിനി നോക്കിക്കാണാൻ പോകുന്നത്. അപ്പം നാളെ അതിൻ്റെ ചില സൂചനകൾ വരുന്നുണ്ട്. നാളെ ഇന്നത്തെ ടിക്കറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പം നാളെ കാണുന്നത് 1.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള പ്രീഫെയിൽ നേടി 4 മണി വരെ എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ ഞായറാഴ്ച ദിവസം ഇപ്പം തന്നെ 1 കോടി കടന്നിരിക്കുന്നു പ്രീഫെയിൽ ഇനത്തിൽ. ഇതൊക്കെ നമ്മൾ കാണുമ്പം മിക്കവാറും ചില സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ കേരളത്തിലെ കളക്ഷനാണ് ഈ പ്രീഫെയിൽ ഇനത്തിൽ തന്നെ 2 ദിവസം മുമ്പൊക്കെ ഞായറാഴ്ചയൊക്കെ നേടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞായറാഴ്ചയൊക്കെ കത്തിക്കുന്ന അവസ്ഥയിലാണ്. ഞായറാഴ്ചയൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ ദിവസത്തിനേക്കാൾ കൂടുതൽ കളക്ഷനായിരിക്കും. അപ്പം നാളത്തെ നമുക്ക് എടുക്കാം. ഇന്ന് 10 മണിക്കാണ് ഷോ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പോയാലും ഇന്ന് ഒരു 4 ഷോയിൽ കൂടെ ഒരു തിയേറ്ററിൽ കളിക്കാൻ പറ്റത്തില്ല. അപ്പം നാളെയൊക്കെ എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലത്തൊക്കെ ഷോ ആരംഭിക്കുന്നു എന്നുള്ള വാർത്ത വരും. അങ്ങനെയെങ്കിൽ ഷോകളുടെ എണ്ണം കൂടും. നാളെ ഇന്നത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ ആയിരിക്കാം നാളെയുണ്ട്. റിലീസ് ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നാളെ നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഞായറാഴ്ചയൊക്കെ കത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പല തിയേറ്ററുകളുടെ എണ്ണം കൂട്ടുന്നു, ഷോകളുടെ എണ്ണം കൂട്ടുന്നു. അതൊക്കെ കൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഇത് ഇന്നത്തേക്കാൾ അപേക്ഷിച്ച് ഏറ്റവും വലിയ കളക്ഷനായിരിക്കാം അന്യനാട്ടിലും അതുപോലെ കേരളത്തിലും ഒക്കെ നേടാൻ പോകുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഒരു ലാലേട്ടൻ ചിത്രം അങ്ങനെ ഹെവി പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ തിയേറ്ററിൻ്റെ എണ്ണം കൂടെ എമ്പുരാനെ പോലെ കൂടിയിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഒന്നും പറയാനില്ലാത്ത അവസ്ഥ വന്നേനെ അല്ലേ. ഇപ്പം ഇതിന് നെഗറ്റീവ്, നമ്മൾ വീഡിയോ ഇടുന്നതിനും അതിൻ്റെ താഴെ ആരും നെഗറ്റീവ് പറയാത്തത് എന്താണെന്നറിയാവോ? നെഗറ്റീവ് പറഞ്ഞാൽ അവൻ്റെ കള്ളക്കളയും മനുഷ്യർക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നെഗറ്റീവ് പറയാൻ കൂട്ടാക്കാത്തത്. കാരണം ഇത് നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് നെഗറ്റീവ് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തുമാത്രം പേരായിരിക്കും വന്ന് നെഗറ്റീവ് പറയുന്നില്ലേ. അതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. എല്ലാവരും പോസിറ്റീവ് പറയുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ഒരു നല്ല ചിത്രത്തെ എല്ലാവരും, അല്ലെങ്കിൽ എന്തുമാത്രം നെഗറ്റീവ് കമൻ്റ് ആയിരിക്കും ഒരു ചിത്രം. മോഹൻലാലിനെ പറ്റി പറയുമ്പം തന്നെ നെഗറ്റീവ് ഈ വീഡിയോ കാണത്ത പോലും ഇല്ല, അതിനു മുമ്പ് നെഗറ്റീവുമായിട്ട് പലരും വന്നു തുടങ്ങും. അവരാരും അടങ്ങിയിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത് നെഗറ്റീവ് പറയാനൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പം ഒരു നല്ല ചിത്രം അങ്ങനെ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ പ്രദർശനം തുടരുന്നു. ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നലെ വരെ നമ്മളായിരുന്നു തുടരും എന്ന ചിത്രത്തിൻ്റെ, നമ്മളും കുറച്ച് ചാനലുകളൊക്കെ ഉണ്ടാകും തുടരും ചിത്രത്തിന് പ്രൊമോഷൻ കൊടുത്തു വിട്ടിരുന്നത്. ഇപ്പോൾ പടം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഹൈ പ്രൊമോഷനാണ് തുടരും എന്ന ചിത്രത്തിന് കൊടുക്കുന്നത്. വളരെ സന്തോഷമുള്ളൊരു കാര്യമില്ലേ? നമ്മൾ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് വരുന്നു. നമുക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളും വളരെ ഹാപ്പിയാണ് എന്ന് കരുതുന്നു. ഇന്ന് ചിത്രം കാണാൻ കഴിയാത്തവർക്ക് നാളെയും മറ്റന്നാളും ചിത്രം കാണുക. കാരണം നാളത്തേക്ക് ടിക്കറ്റ് കിട്ടുമോ, മറ്റന്നാളത്തേക്ക് ടിക്കറ്റ് കിട്ടുമോ എന്നൊരു സംശയമാണ്. എന്നാലും ശ്രമിക്കുക. കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ഫാമിലിയായിട്ട് പോകണം എന്ന് വിചാരിച്ച് ഇന്ന് വൈകുന്നേരം ടിക്കറ്റൊക്കെ നോക്കിക്കഴിയുമ്പം ചില ഫ്രണ്ട് സീറ്റ് മാത്രമേ ഉള്ളായിരുന്നു. നമ്മൾ കാലിയായി കിടക്കുന്നത് കണ്ടു. നമ്മൾ എല്ലാവരും കൂടെ 8-10 ടിക്കറ്റ് വേണമായിരുന്നു. നോക്കിക്കഴിയുമ്പം ഓട്ടോയിൽ ഒന്നും കിട്ടാനില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുക. എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുന്ന കേസ് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയിരിക്കുക. അത് തന്നെയായിരിക്കും എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ വിളിക്കുന്നവരെല്ലാം ടിക്കറ്റ് ഇല്ല എന്ന് പറയാം. അപ്പം ആദ്യം രാവിലെ തന്നെ ഇത് 2000 ടിക്കറ്റൊക്കെ വിറ്റുപോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇത് ചിത്രം ഇറങ്ങിയതിന് ശേഷമാണ് ഇത്രയും വലിയ ഹൈപ്പ് ഉണ്ടാകുന്നത്. അപ്പം അടുത്ത സമയത്തൊന്നും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷമാണ്. അപ്പം എമ്പുരാനെയും പൊട്ടിച്ച് തുടരും എന്ന ചിത്രം നീങ്ങുന്നു. അപ്പോൾ എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, ബൈ.